നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോച്ചയുടെ അടുത്ത പരിപാടിയാണ്. ബോച്ചയുടെ ഒരു പരിപാടി നമ്മൾ കണ്ടു. ഉദ്ഘാടനത്തിന് വന്ന ഒരു പെൺകുട്ടിയെ എന്തൊക്കെയോ അശ്ലീലങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കേസിലകപ്പെട്ട് ഇപ്പോൾ ജയിലിലൊക്കെ പോയി വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. ആ മറ്റേ മോഡലിന് 50 ലക്ഷം രൂപയായിരുന്നു ആ ഉദ്ഘാടനത്തിന് കൊടുത്തത്. 22 കൊല്ലമായിരുന്നു അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്ന ഒരു പെണ്ണായിരുന്നു അത്. മോഡൽ ഗേളായിരുന്നു. ഇപ്പോൾ ഇതാ കാജൽ അഗർവാൾ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലുമായിട്ട് വരുന്നു. ഫെബ്രുവരി 9 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഷോറൂം ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കാജൽ അഗർവാൾ എന്ന മറ്റേ മോഡലുമായി എത്തുന്നത്. ഇവിടെ ബോച്ചയെ പോലെ ഒരു വൻ ബിസിനസ്സുകാരൻ ഇത്തരമൊരു പൊല്ലാപ്പിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടീവ് എന്ന് ചില ആളുകൾ പറയുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് 14 ജില്ലകളിൽ നാഷണൽ ഹൈവേയുടെ സൈഡിലൊക്കെ പരസ്യം ചെയ്ത് തൻ്റെ കമ്പനിക്കൊരു പേരുണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2-3 കോടി രൂപ ഒരു കൊല്ലത്തിനാണെങ്കിൽ അതിലും ഏറെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ആക്ടർ മോഡലാണ് നമ്മുടെ ബോച്ചെ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് തൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും ആളുകളുടെ മനസ്സിൽ നിൽക്കത്തക്ക വിധത്തിൽ ഉണ്ടാക്കുന്ന ചില ഐഡിയകളാണത് എന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ കുറച്ച് നേരത്തിന് 50 ലക്ഷം രൂപ ഒരു ഉദ്ഘാടനത്തിന്. അപ്പോൾ ഒരു 2-3 ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കോടി രൂപ കിട്ടുന്ന ഒരു പെണ്ണിന് എന്ന് പറയുമ്പോൾ അതേ പെണ്ണ് തന്നെ 500 രൂപയ്ക്കും 400 രൂപയ്ക്കൊക്കെ തൊഴിലെടുക്കുന്നതായിട്ടും ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വൺ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനനുസരിച്ച് നീങ്ങുന്നവരാണ് ഈ മോഡൽസ് എന്ന് പറയുന്നത്. ഇവർ സിനിമാ നടികൾക്ക് കൊടുക്കുന്ന അതേ എമൗണ്ട് തന്നെ ഇവരും വാങ്ങും. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുകാരിൽ ഒരാളാണ് യൂസഫ് അലി. അദ്ദേഹത്തിന് ഈ 200 ഷോറൂമുകളെങ്ങാനും ഉണ്ട്. 200 ഷോറൂമുകൾ. അദ്ദേഹം വിദേശ നാണ്യങ്ങൾ കൊയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവിടെ ഒരു ബിസിനസ് മാഗ്നറ്റിക് തന്നെയാണ് നമ്മുടെ ബോച്ചയും. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളിലൂടെ ഒരുപാട് ആളുകൾക്ക് തൊഴിലും കൊടുക്കുന്നുണ്ട്. യൂസഫ് അലിയെ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച ആശീർവദിച്ച അനുമോദിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഈ ബോച്ചയും അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ആളുകളുടെ ഈ 50 ലക്ഷം രൂപയൊക്കെ ഉണ്ടാകും, അതൊക്കെ നുണയല്ലേ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മമ്മൂട്ടി അതുപോലെ മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പാതി പൈസ ആദ്യം വാങ്ങുന്നു. അവർ 1 കോടി രൂപയാണ് ഒരു പടത്തിന് വാങ്ങുന്നതെങ്കിൽ 50 ലക്ഷം രൂപ ആദ്യം വാങ്ങുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പാതി വെച്ച് ഷൂട്ടിംഗ് ഇടയ്ക്ക് വെച്ച് നിർത്തിയ ശേഷം ബാക്കി വാങ്ങും. അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ചില ആളുകൾ അപ്പോഴേക്കപ്പോൾ പൈസ വാങ്ങിയിരിക്കും ഉദ്ഘാടനത്തിന് വരുന്ന പെൺകുട്ടികൾ. അതായത് ഒരു 25 ലക്ഷം രൂപ എങ്ങാനും കൊടുത്തിട്ട് ബാക്കി പിന്നെ എടുക്കാം എന്ന് പറയുന്ന ഒരു ഇതിന് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. ഇവിടെ എന്തായാലും ശരി, ഇതെല്ലാം തന്നെ തങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് മുതലാക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിന്മേലാണല്ലോ ഈ കൊടുക്കുന്നത്.
അതാണ് ഏറ്റവും വലിയ രസം. കുറച്ച് നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരുപാട് പണങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റും വന്നിട്ടുണ്ട്. അമേരിക്കയിലും മറ്റും ജോലിയെടുത്തുകൊണ്ടിരുന്ന IT സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ആളുകൾ ഇന്ത്യയിലേക്ക് തന്നെ റിട്ടേൺ വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് അമേരിക്കയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ ശമ്പളം തന്നെ ബാംഗ്ലൂരിലും ഇവർക്കൊക്കെ വലിയ IT പ്രൊഫഷണലുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഈ ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ 50 ലക്ഷം രൂപ ഒക്കെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ സംശയം ദൂരീകരിക്കാനാണ് ഞാൻ ഇത്രയും വെളിപ്പെടുത്തിയത്. 50 ലക്ഷമല്ല അവർ ചോദിക്കുന്ന പണം ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ എന്തൊരു പ്രൊഡക്റ്റ് മറ്റേ വെളിയിലിറങ്ങുമ്പോഴും അതുപോലെ തന്നെ അത് ജനശ്രദ്ധ ആകർഷിക്കണമെങ്കിലും പരസ്യത്തിൻ്റെ ആവശ്യം വളരെ ഇതാണ്. അപ്പോൾ അതിന് മുതൽക്കൂട്ടായിക്കൊണ്ട് അവർ ആദ്യം അവതരിപ്പിക്കുന്നത് ഒരു ബിസിനസ് നെ മുന്നോട്ട് കൊണ്ടുവരാൻ ആ മോഡലിനെ ഒന്നും കൂടി പരിപോഷിപ്പിക്കാനാണ് ഈ മോഡൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ഇവർ ക്ഷണിച്ചു വരുത്തുന്നത്. അതിനായിട്ട് തന്നെ അവർ മോഡൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്ത്യയിൽ ആ മേഖലയിൽ ജോലി എടുക്കുന്നുണ്ട്. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ വെറും അരമണിക്കൂർ കൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു ബിഗ് എമൗണ്ട് കൊണ്ടുപോകുന്നു. അതിനായിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്തരം വലിയ ബിസിനസ്സുകാരുടെ കൂടെ കൂടിയിട്ട് അവരങ്ങനെ വിലസുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് സഞ്ചരിക്കാനൊക്കെ ഏറ്റവും വില കൂടിയ കാറും അവർക്ക് നല്ല എന്താ പറയുക VIP പരിഗണനയും ഉണ്ടാകും. അപ്പോൾ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു കേസ് പോലെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് എടുക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്തു. ഇവിടെ എന്താണ് സംഭവിച്ചത് വെച്ചാൽ അത് അങ്ങനെയൊന്നുമല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ബോച്ചയുടെ ഒരു അഭിനയമായിരുന്നു. അങ്ങനെ ഒരു ട്രിക്കൊക്കെ മൂപ്പരുടെ കയ്യിലുണ്ട്. അദ്ദേഹം ഒരു തമാശക്കാരൻ്റെ പോലെയാണ് എന്നൊക്കെയാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അതൊരു തമാശ രൂപത്തിൽ എടുക്കാൻ സാധിക്കുള്ളൂ. ഒരു കുന്തി ദേവി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കരപ്പെട്ട ഇഷ്യൂസ് ആക്കാനുള്ള പരിപാടിയൊന്നുമില്ല. സത്യത്തിൽ അത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അതിലൊരു ഇൻസൾട്ടിങ്ങോ അല്ലെങ്കിൽ അതൊന്നും കോടതിക്ക് കണ്ടെത്താനായില്ല. ഒരു തരം താഴ്ത്തലോ അല്ലെങ്കിൽ ഒരു ഇകഴ്ത്തലോ ഒന്നും തന്നെ ഉണ്ടായില്ല. പുകഴ്ത്തി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവിടുന്ന് അങ്ങോട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസ് പോലുകയും പോലീസ് സ്റ്റേഷനിൽ 2-3 ദിവസം കെട്ടിമറിയുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഒരു ഇഷ്യൂസാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് പരസ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ പറഞ്ഞതും. ഇവിടെ അഗർവാളും ഒന്നിച്ചാണ് ഇവിടെ ഒന്നിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ ഷോറൂമാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഷോറൂമുകൾ അദ്ദേഹത്തിനുണ്ട്. ഗൾഫിലും അതുപോലെ നമ്മുടെ നാട്ടിലും വിദേശത്ത് വേറെ കൺട്രീസിലും ഒക്കെ ഈ ബോച്ചയുടെ സ്വർണ്ണാഭരണ കട അതുപോലെ തന്നെ മറ്റു ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആളാണ്, വലിയൊരു VIP ആണ്. പക്ഷെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഒരു തമാശക്കാരനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പിന്നെ എഴുതാൻ മറക്കരുത്, പറയാനും മടിക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.